ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പോൾ അറബിയിലെ 28 അക്ഷരങ്ങളും 3 മദ്ദുമാണ് അറബിയിലുള്ളത്. 28 അക്ഷരങ്ങളും 3 മദ്ദുകൾ അലിഫ് മദ്, വാവ് മദ്, യാ മദ്. ഈ സംഭവങ്ങളൊക്കെ പുറപ്പെടുന്നത് 5 മഖ്റജ് പോയിന്റുകളിൽ നിന്നാണ്. 5 പ്രധാനപ്പെട്ട പൊതുവായ മഖ്റജുകളിൽ നിന്ന് 5 പൊതുവായ മഖ്റജുകളിൽ നിന്നാണ് ഈ അക്ഷരങ്ങളെല്ലാം പുറപ്പെടുന്നത്. ഈ പൊതുവായ 5 മഖ്റജിൽ 17 പ്രത്യേകമാക്കപ്പെട്ട മഖ്റജിൽ നിന്നാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 17 പോയിന്റുകളിൽ നിന്നാണ് ഈ 28 അക്ഷരങ്ങളും 3 മദ്ദും പുറപ്പെടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അൽ ജൗഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അൽ ജൗഫ് പഠിച്ചിട്ടുണ്ട്. വായയുടെയും തൊണ്ടയുടെയും ഒഴിഞ്ഞ ഭാഗം, ശൂന്യമായ ഭാഗത്തിനാണ് ജൗഫ് എന്ന് പറയുന്നത്. ജൗഫിൽ നിന്ന് പുറപ്പെടുന്നത് 3 മദ്ദുകളാണ്. അലിഫ് മദ്, വാവ് മദ്, യാ മദ്. രണ്ടാമത്തത് അൽ ഹൽഖ്. നമ്മൾ തൊണ്ടയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൽ ഹൽഖ്, തൊണ്ടയിൽ നിന്നും 6 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. 3 മഖ്റജ് പോയിന്റിൽ നിന്നും 6 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 3ാമത്തെ മഖ്റജ് പോയിൻ്റായ അൽ ലിസാൻ. അപ്പോൾ ലിസാനിൽ നിന്നും നാവിൽ നിന്നും 18 അക്ഷരങ്ങൾ, ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലമാണെന്ത്? നാവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ 10 മഖ്റജ് പോയിന്റിൽ നിന്ന് 10 പ്രത്യേകമാക്കപ്പെട്ട മഖ്റജ് പോയിന്റുകളിൽ നിന്നും 18 അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെപ്പറ്റിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നാവിൻ്റെ മഖ്റജുകൾ എന്ന് പറയുന്നത് ഈ ഒരു 4 വിഭാഗത്തിലായിട്ടാണ്. ഈ നാവിൻ്റെ അറ്റെന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. ആക്ച്വലി 5 പോയിന്റുകളിൽ നിന്നാണ് ഈ 18 അക്ഷരങ്ങളും പുറപ്പെടുന്നത്. നാവിൻ്റെ 5 പോയിന്റുകളിൽ നിന്ന്. ഓക്കെ. അതിൽ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇത് ഓരോന്നിനെ പറ്റിയും പറയും. അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഓരോന്നിനെ പറ്റി നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് മൊത്തം നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും അറ്റത്തുള്ള ഭാഗത്തെ പറ്റിയാണ്. ഏറ്റവും അറ്റത്തുള്ള നാവിൻ്റെ അറ്റത്തുള്ള പിൻഭാഗത്തിലെ ഏറ്റവും അറ്റത്തുള്ള മഖ്റജിൽ നിന്നുള്ള 2 അക്ഷരങ്ങളാണ് ഖാഫ്, കാഫ്. ഈ 2 മഖ്റജിനെ പറ്റിയോ അക്ഷരത്തെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം നാവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള മഖ്റജാണത്. നമ്മൾ തൊണ്ടയുടെ അക്ഷരം പഠിച്ചപ്പോൾ ആ ഒരു തൊണ്ടയുടെ ഭാഗമായിട്ടാണ് അറബി അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ തൊണ്ടയുടെ ഭാഗത്തിലേക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. നമ്മൾ ഗൊയിൻ ഹ എന്നുള്ള 2 അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ 2 മഖ്റജ് പോയിൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില അക്ഷരങ്ങൾക്കെല്ലാം ഒന്നിൽ കൂടുതൽ മഖ്റജ് പോയിൻ്റുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഗൊയിൻ ഹ എന്നുള്ള 2 അക്ഷരത്തിന് നമ്മൾ ഈ ഒരു വേരും തൊട്ട് മുകളിലുള്ള ഭാഗവുമാണ് യൂസ് ചെയ്യുന്നത്. യൂവലൻ്റെ ഭാഗവും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് തൊണ്ടയുടെ ഭാഗമാണ്. തജ്വീദിക്കലി ഇത് തൊണ്ടയുടെ ഭാഗമാണ്. നാവിൻ്റെ വേര് അല്ലെങ്കിൽ നാവിൻ്റെ സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? അഖ്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ജദർ ലിസാൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഭാഗം. ഓക്കെ. അതിനാണ് ആ ഒരു ഭാഗം. നമ്മളെ അണ്ണാക്കിലോട്ട് നോക്കുന്ന അണ്ണാക്കിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട് അണ്ണാക്കിൽ. ഇനി അടുത്ത ഭാഗം വസത്ത ലിസാൻ. വസത്ത മീൻസ് സെൻറ്റർ.
വസത്ത എന്ന് പറഞ്ഞാൽ സെൻറ്റർ, മധ്യഭാഗം, നാവിൻ്റെ മധ്യഭാഗം, നാവിൻ്റെ സെൻറ്ററിനാണ് വസത്തൽ ലിസാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് വരും. ദെൻ നെക്സ്റ്റ് ഉള്ളത് നാവിൻ്റെ അറ്റം, തുമ്പില്ലേ, നാവിൻ്റെ അറ്റം, തൊറഫുൽ ലിസാൻ. തൊറഫുൽ ലിസാനാണ് ഇത്. ഇവിടെ ഏറ്റവും അറ്റത്തിനെ പറയുന്നത്, ഏറ്റവും അറ്റം റസുൽ ലിസാൻ. ഏറ്റവും ഈ ഒരു പോയിന്റില്ലേ, ഏറ്റവും അറ്റത്ത്, നാവിൻ്റെ ഏറ്റവും അറ്റത്തുള്ളൊരു അടയാളം, അതാണ് റസുൽ ലിസാൻ. റസുൽ ലിസാൻ അല്ലെങ്കിൽ ഏറ്റവും അറ്റം. തൊട്ട് അപ്പുറത്തുള്ളതാണ് എന്ത്, നാവിൻ്റെ തൊറഫുൽ ലിസാൻ. തൊറഫുൽ ലിസാൻ നാവിൻ്റെ അറ്റം. ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹ്റജാണ് നാവിൻ്റെ അരികു ഭാഗം, ഹാഫത്തൽ ലിസാൻ. ഹാഫത്തൽ ലിസാൻ എന്ന് പറഞ്ഞാൽ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക് ഇതൊരു മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഓരോ അക്ഷരം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഭാഗവും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കും, സൂം ചെയ്ത് കണ്ട് പഠിക്കും. ഓരോ ഭാഗങ്ങൾ നമ്മൾ സൂം ചെയ്ത് കണ്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്നത് ഈ ഒരു രണ്ടാമത്തെ ഭാഗം. ഒന്ന് നാവിൻ്റെ വേര്, രണ്ടാമത്തെ ആരോ പോയിട്ട് കിടക്കുന്ന ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗത്തിലുള്ള രണ്ടക്ഷരമാണ്. ആ ഭാഗത്തു നിന്നാണ് എന്ത് വരുന്നത്, ഖാഫ് ആൻഡ് കാഫ്. അപ്പോൾ ഇതിൽ ഈ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഒന്നിച്ച് നമുക്ക് പഠിച്ചാൽ നമുക്ക് ആകെ കൺഫ്യൂഷനായി പോകും. ഓക്കെ ഇൻഷാ. ഇനി നമുക്ക് ഖാഫിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഖാഫിൻ്റെ മഹ്റജ് നമ്മൾ പഠിച്ചല്ലോ, നാവിൻ്റെ പിൻഭാഗം അഖ്സൽ ലിസാനും തൊട്ട് മുകളിലുള്ള അണ്ണാക്കിൻ്റെ ഭാഗവും കൂടി ചേർത്തുണ്ട്. ഇതവിടെ രണ്ടും കൂടി കൂട്ടി മുട്ടിയിട്ടാണ് എന്ത് വരിക, ഖാഫ് എന്നുള്ള അക്ഷരം പുറത്തേക്ക് വരുന്നത്. ഓക്കെ. നാവിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ അഖ്സൽ ലിസാൻ, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സോഫ്റ്റ് പാലറ്റും കൂടെ കൂട്ടിമുട്ടിയിട്ടാണ് എന്ത് വരിക, ഖാഫ് എന്നുള്ള അക്ഷരം വരുന്നത്. ഖോ. അപ്പോൾ നമ്മളെ മുകളിലുള്ള അണ്ണാക്കല്ലേ, ഞാൻ ഈ പച്ച കൊണ്ട് മാർക്ക് ചെയ്ത് നമ്മളെ മുകളിലുള്ള അണ്ണാക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ ഓപ്പണിങ് വായ ഓപ്പണിങ് ആണ്. അതിൻ്റെ അടുത്ത് പല്ലുണ്ടല്ലോ, പല്ല് കഴിഞ്ഞിട്ട് ബാക്കോട്ട് നിങ്ങളിങ്ങനെ നാവ് കൊണ്ട് മുകളിലുള്ള അണ്ണാക്കിലോട്ട് ഇങ്ങനെ ബാക്കോട്ട് പോയിട്ട് ഏറ്റവും അറ്റത്തെത്തുന്ന സമയത്ത് നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കാണാം. ഓക്കെ. നമ്മളുടെ മുകളിലുള്ള അണ്ണാക്കിനെ എന്ത് ചെയ്യുക, നമ്മൾ നാവുകൊണ്ട് ഇങ്ങനെ തപ്പുക, ഇങ്ങനെ ബാക്കോട്ട് എന്ത് ചെയ്യുക, നാവ് ഇങ്ങനെ ബാക്കോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെ നമ്മൾ നാവ് കൊണ്ടാണ് ഉണ്ടാവുക. ഇത് ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ ബാക്കോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമുക്ക് ഒരു സ്ഥലം കിട്ടും സോഫ്റ്റായിട്ട്, ഒരു ഇറച്ചിയുള്ള ഭാഗം നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ നാവിന് തൊടാൻ പറ്റും. ആണ് പോയി തൊട്ടാൽ. ഓക്കെ. ആ ഭാഗത്തു നിന്നാണ് എന്ത് വരേണ്ടത്, ഖാഫ്. അതും അതിൻ്റെ തൊട്ട് താഴെയുള്ള നാവും, അതിൻ്റെ തൊട്ട് താഴെയാണ് അഖ്സൽ ലിസാൻ ഉള്ളത്. അഖ്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ് പാലറ്റിൻ്റെ തൊട്ട് താഴ്ഭാഗത്തിൽ ആണ് ഉണ്ടാകുക. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി മുട്ടുന്ന സമയത്താണ് എന്ത് വരിക, ഖാഫ്, അഖ്, ഖാ, ഖീ, ഖൂ, ഖാ. ഓക്കെ. ഖാ. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഖാഫ് എന്നുള്ളത് ഭാരം കൂടിയ ഒരു അക്ഷരമാണ്, ഖാ. അപ്പോൾ നമ്മൾ ഖാഫിൻ്റെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഇങ്ങോട്ട് പോകരുത്, സൗണ്ട് പുറത്തേക്കല്ല പോകേണ്ടത്, ഉള്ളിലോട്ട് തന്നെ. അത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടാവും. ഈ ഖാഫിൻ്റെ മഹ്റജ് പറയുന്ന സമയത്ത് നാവിൻ്റെ പിറകുവശം ഉയർന്നിട്ടുണ്ട്, നാവിൻ്റെ സെൻറ്റർ ഒരു സ്പൂണ് പോലെ കുഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഭാരമുള്ള അക്ഷരമായതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഈ ഒരു ഹാർഡ് പാലറ്റിലേക്കാണ് അതിൻ്റെ സൗണ്ടിൻ്റെ ഡയറക്ഷൻ വരേണ്ടത്, അല്ലാതെ നേരെ ഇങ്ങോട്ട് പോകരുത്. ഓക്കെ. ക്ലിയറായി വിചാരിക്കുക. ഇതാണ് ഖാഫിൻ്റെ മഹ്റജ്. അപ്പോൾ നമ്മൾ ഖാഫും കാഫും കൂടി മിക്സ് ചെയ്ത് പോകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, വാക്കുകളിലെ ഖുർആനിലുള്ള വാക്കാണ് നമുക്ക് ഇതിലൂടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഖുർആനിലുള്ള
വാക്കുകളാണ്. അപ്പോൾ ഖുർആനിലുള്ള വാക്ക് അല്ലാഹു തആല പറഞ്ഞ് നമുക്ക് ഇറക്കി തന്നതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പാരായണം ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അക്ഷരങ്ങൾ കറക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ, അക്ഷരത്തിൻ്റെ മഖ്റജ് നമ്മൾ കറക്റ്റ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുകയും ചെയ്യും. നമ്മളതിൻ്റെ പാരായണം ചെയ്യുന്നതിൻ്റെ മീനിങ് മാറിപ്പോവുകയും ചെയ്യും. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഒരു കഴിവുണ്ടാവും കേട്ടോ. ആ കഴിവിനെ അപ്പുറത്തേക്ക് അല്ലാഹു തആല ആരെയും ചോദ്യം ചെയ്യില്ല. നമുക്ക് കഴിവ് തരുന്നത് അല്ലാഹു തആലയാണ്. അപ്പോൾ നമ്മൾ ഉള്ള കഴിവിനനുസരിച്ച് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കുള്ള കഴിവിനനുസരിച്ച് അത് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ ഓക്കെ ഇനി ഈ അക്ഷരത്തിന് ഖാഫിനും കാഫിനും ഒരു പേരൂടെ പറയുന്നുണ്ട്. നിർബന്ധമല്ല, പഠിക്കണമെന്ന് നിർബന്ധമല്ല. അതായത് ഇത് ഈ ഒരു ചിത്രത്തിലുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞുതരാണ്. ഇതാ ഹുറൂഫുൽ ലഹവിയ. ഹുറൂഫുൽ ലഹവിയ അത് അങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുനാവില്ലേ, യൂല എന്ന് പറയുന്ന നമ്മളെ വായ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് നമ്മൾ കാണൂലേ. ഓക്കെ, ആ സംഭവത്തിന് പറയുന്ന പേരാണ്. ഞാൻ ആ ഒരു വീഡിയോയിലാരും കാണിച്ചു തരാം. ആ ഒരു സംഭവത്തിൻ്റെ പേരാണ് എന്ത്, യൂലയുടെ പേരാണ്, അറബിയിലുള്ള പേരാണ് അല്ലഹവിയ. ലഹു അല്ലഹു ലാമ് ഹ തമർബുത്ത. ഓക്കെ, അല്ലഹ. അപ്പോൾ അത് ആ ഒരു അവയവത്തിൻ്റെ അടുത്തായത് കൊണ്ടാണ് ഇതിനെന്ത് പേര് വന്നത്, ഹുറൂഫു ലഹവിയ എന്നുള്ള പേര് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഖാഫിൻ്റെ മഖ്റജ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നാവിൻ്റെ പിൻഭാഗം അണ്ണാക്കിൻ്റെ മൃദുലമായ ഭാഗത്തോട് ചേർന്നിട്ടാണ് എന്ത് വരുന്നത്, ഖാഫ് എന്നുള്ള അക്ഷരം പ്രൊനൗൺസ് ആകുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഖാഫ് ഹെവിയാണ്. ഓക്കെ, അപ്പം സൗണ്ട് അണ്ണാക്കിലോട്ട് ഡയറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഖാല, ഖാല, ഖീല, ഖൂലു, ഖുൽ, ഇതെല്ലാം ഖാഫ് പ്രൊനൗൺസിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഖാഫിനെ മഖ്റജ് നന്നായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പഠിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ലെറ്ററാണ് കാഫ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് യൂലേനെ കാണിച്ചിട്ട്, ഇത് ഖാഫിൻ്റെ ഇവിടെ ഖാഫിൻ്റെ ഒരു ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നില്ലേ, അതാണ്. അതിന് തൊട്ട് ഇപ്പുറത്തുള്ളത് നാവാണ്, ബാക്ക് സൈഡിലുള്ളത് യൂലയാണ്. സോഫ്റ്റ് പാലറ്റാണ്. സോഫ്റ്റ് പാലറ്റിൻ്റെ അറ്റത്താണ് യൂല വരിക. ഈ സോഫ്റ്റ് പാലത്തിൻ്റെ ഏറ്റവും അറ്റത്താണ് ഈ ഭാഗത്തേക്കായിട്ടാണ് യൂല വരിക. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം ബ്ലൂ കളറിൽ കാണുന്നതാണ് എന്ത്, ഖാഫിൻ്റെ മഖ്റജ്. ഓക്കെ, ഇനി നമുക്ക് കാഫാണ് പഠിക്കാനുള്ളത്. ഇവിടെ മഖ്റജ് പോയിൻ്റ് രണ്ടും സെയിം അല്ല. നാവിൻ്റെ ഭാഗം ഇവിടെ പിന്നെ കാഫിൻ്റെ മഖ്റജ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നാവിനെന്ത് ചെയ്യുക, നാവിനെങ്ങനെ കൊണ്ടുപോകണമല്ലോ, ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു സോഫ്റ്റ് പാലറ്റ് കാണുന്നറിയില്ല, ഖാഫിൻ്റെ മഖ്റജ് ആയ സോഫ്റ്റ് പാലറ്റും ഹാർഡ് പാലറ്റും കൂടി കണക്ട് ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടാവും. ഓക്കെ, സോഫ്റ്റ് പാലറ്റും ഹാർഡ് പാലറ്റും കൂടിയും, ഹാർഡ് കഴിഞ്ഞിട്ടാണ് സോഫ്റ്റിലോട്ട് പോവുക. എന്ന് പറഞ്ഞാൽ കട്ടി കൂടി എല്ലിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടാണ് ഇറച്ചിയുടെ ഭാഗത്തേക്ക് പോകുന്നത്. നാവിൻ്റെ മുകളിൽ ഇവിടെ ഒക്കെ എല്ല് ഭാഗമാണ്, നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലിൻ്റെ ഭാഗമാണ്. അത് എല്ല് കഴിഞ്ഞിട്ടാണ് ഇറച്ചിയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് ഭാഗത്തേക്ക് പോവുക. ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് പിന്നെ നാവുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ, നമുക്ക് തൊട്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ നാവ് ഇതിന് ഈ എണ്ണാക്കിലൂടെ ഇങ്ങനെ ഓടിച്ച് കൊണ്ടുപോയാൽ അവിടെ ഒരു സ്ഥലമുണ്ട്, സോഫ്റ്റും ഹാർഡും കൂടി മിക്സ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, കണക്റ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അവിടെയാണ് എന്തിൻ്റെ മഖ്റജ്, കാഫിൻ്റെ മഖ്റജ്. അതും നാവും കൂടി, നാവ് ഉയർത്തിയിട്ട്
അതിലേക്ക് ടച്ച് ചെയ്യുക. നാവിനെ ഉയർത്തിയിട്ട് അങ്ങോട്ട് ടച്ച് ചെയ്യുന്ന സമയത്താണ് എന്ത് വരിക, കാഫ് എന്നുള്ള അക്ഷരം വരുന്നത്. കാഫ് ലൈറ്റ് ലെറ്ററാണ്. അവിടെ നമ്മൾ നാവിൻ്റെ പിറകു വശം ഉയർന്നിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഒരു ഷേപ്പിലല്ല നമ്മൾ കാഫ് പറഞ്ഞപ്പോൾ ഈ ഒരു ഷേപ്പിലല്ലല്ലോ ഉണ്ടായിരുന്നത്. കാഫ് പറയുന്ന സമയത്ത് നാവിൻ്റെ ബാക്ക് സൈഡിൽ ലേവി ലെറ്റർ, ഭാരമുള്ള ലെറ്ററിനെ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതിയിലാണ് അവിടെ നമ്മൾ നാവിന് നാവിൻ്റെ ഷേപ്പ് അങ്ങനെ ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു മഹ്റജ് പോയിൻ്റ് തൊടാൻ വേണ്ടി നാവിനെ റേസ് ചെയ്തതാണ്. നാവിൻ്റെ ബാക്ക് സൈഡിൽ ഈ കാഫിൻ്റെ മഹ്റജ് പോയിൻ്റ് അതായതുകൊണ്ട്, നാവിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് അത് ഉയർത്തിയിട്ട് ആ ഹാർഡ് പാലറ്റിൻ്റെയും സോഫ്റ്റ് പാലറ്റിൻ്റെയും ഇടയ്ക്ക് ഉള്ള ഒരു സ്പേസിൽ തൊടുക ചെയ്യുക. അപ്പോഴാണ് കാഫ് വരുന്നത്. അപ്പോൾ മഹ്റജ് ക്ലിയറായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നാവിൻ്റെ പിൻഭാഗം നാക്കിൻ്റെ മൃദുലമായ ഭാഗവും ഉറപ്പുള്ള ഭാഗവും ചേരുന്ന സ്ഥലത്താണ് എന്തുള്ളത്, കാഫിൻ്റെ മഹ്റജുള്ളത്. അപ്പോൾ അത് ചേർത്ത് വെച്ചിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഈ കാഫ് ഹെവിയാണ്, കാഫ് ലൈറ്റാണ്. കാഫ് ലൈറ്റാണ്. അപ്പോൾ കാഫ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് അങ്ങ് പോകും. കാഫിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. മറ്റേത് കാഫാണെങ്കിൽ ഇങ്ങനെയാണല്ലോ പോയിരുന്നത്, ഇതാണ് പുറത്തേക്ക് അങ്ങ് പോകും. ലൈറ്റ് ലെറ്ററാണ്. അപ്പോൾ ഇത് കാഫിനെ അങ്ങനെ ആർക്കും തെറ്റിപ്പോവില്ല. തെറ്റിപ്പോകുന്നത് കാഫാണ്. കാഫിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ ആയിരിക്കുക. കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ യൂലാനെ ഞാൻ കാണിച്ചു തന്നല്ലോ അല്ലേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമ്മളിന്ന് 2 അക്ഷരങ്ങളാണ് പഠിച്ചത്. നാവെന്നുള്ള മഹ്റജിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട്, ആരും ടെൻഷൻ അടിക്കണ്ട. അതിൽ കുറേ പോയിൻറ്റുകളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ഫസ്റ്റ് ടൈം പഠിക്കുന്ന ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അങ്ങനെ പഠിച്ചെടുക്കാൻ കഴിയില്ല. പ്രശ്നമല്ല, നമ്മൾ പഠിക്കും. ഓരോ ഭാഗവും നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും അറ്റത്തുള്ള ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഈ ഒരു കേസിലാണെങ്കിൽ ഇതിൽ എല്ലാം നാവിൻ്റെ വേര് മുതൽ കാണിക്കുന്നുണ്ട്. നാവിൻ്റെ വേര് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുടെ മഹ്റജിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഭാഗമാണ് വേര്. ഇവിടെ നാവിൻ്റെ പിൻഭാഗം എന്നുള്ള അഫ്സൽ ലിസാനിൽ നിന്നാണ് നാവിൻ്റെ ലെറ്റർ പുറപ്പെടുന്നത്. നമ്മൾ ഒരു മഞ്ഞ ലൈന് കാണുന്നില്ലേ, ആ മഞ്ഞ ലൈനിൻ്റെ ഇപ്പുറത്തേക്കാണ് നാവിൻ്റെ ലെറ്റർ, അപ്പുറത്തേക്കില്ല. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്ത്, ഈ ഒരു മഞ്ഞയുടെ തൊട്ടിപ്പുറത്തുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അഫ്സൽ ലിസാനാണ് നമ്മളിന്ന് പഠിച്ചത്. അഫ്സൽ ലിസാനിൽ നിന്ന് 2 ലെറ്ററാണുള്ളത്. ഒന്ന് ഖാഫാണ്. ഖാഫ് ഹെവിയാണ്. അപ്പോൾ ഖാഫിനെ നന്നായിട്ട് ശ്രദ്ധിച്ച് പ്രൊനൗൺസ് ചെയ്യുക. ഖാഫ് സോഫ്റ്റ് പാലറ്റ്, ഇറച്ചി ഭാഗത്തു നിന്നാണ്. ഇറച്ചി ഭാഗത്തുള്ള അണ്ണാക്കുള്ള ഇറച്ചി ഭാഗവും അല്ലെങ്കിൽ സോഫ്റ്റ് പാലറ്റും അതിൻ്റെ തൊട്ട് താഴെയുള്ള നാവിൻ്റെ ഭാഗവും കൂടി ഈ അഫ്സൽ ലിസാൻ്റെ ഭാഗവും കൂടി യൂസ് ചെയ്തിട്ടാണ് ഖാഫിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഖാഫ് ഹെവി ലെറ്ററാണ്, കാഫ് ലൈറ്റ് ലെറ്ററാണ്. കാഫിൻ്റെ മഹ്റജ് 2 ഭാഗവും, എല്ല് ഭാഗവും ഇറച്ചി ഭാഗവും അല്ലെങ്കിൽ ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും കൂടി കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് എന്ത് വരുന്നത്, കാഫിൻ്റെ മഹ്റജ്. പിന്നെ കൂടുതലായിട്ടും ഈ ഹാർഡ് പാലറ്റിലോട്ടാണ് വരിക. ഹാർഡ് പാലറ്റിൻ്റെ ഭാഗമാണ് കാഫിന് കൂടുതൽ യൂസ് ചെയ്യുക. 2 മിക്സ് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും കൂടുതൽ പോയിൻറ്റും വരുന്നത് ഹാർഡ് പാലറ്റിലാണ്. എന്തിന്, കാഫിന്. ഓക്കെ. അപ്പോൾ നമ്മൾ കാഫ് ഉപയോഗിക്കുന്ന, കാഫ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് കാഫിലോട്ടായി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് പാലറ്റിൽ വെച്ചിട്ട് നാവിനെ ഹാർഡ് പാലറ്റിലോട്ട് മുട്ടിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ. അള്ളാഹു എല്ലാവർക്കും വിശുദ്ധ ഖുർആനിലുള്ള അക്ഷരങ്ങൾ ഏറ്റവും കൃത്യമായ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാനും അതേപോലെ തന്നെ അതിന് ഏറ്റവും ശരിയായ രീതിയിൽ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അതിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം അല്ലേ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم.